പുതിയൊരു വ്ളോഗാണ്. ഇതൊരു 7 മണി സമയത്ത് ഞാൻ എടുത്തു തുടങ്ങണം കേട്ടോ, രാത്രി. അപ്പോൾ ആ സമയത്ത് എടുക്കാൻ കാരണം നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ഈ ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കുറേ കാലമായിട്ട് നമ്മളൊക്കെ ആഗ്രഹിച്ച പോലെ ഗേൾസ് ഓൺലി ട്രിപ്പാണ്. ഞങ്ങളൊരു 20-26 പേരടങ്ങുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ പോകുന്നത്. കാണിച്ചത് പൊക്കി കാണിച്ചത് റോഡായി പോയി. കുറച്ച് മണിക്കൂറുള്ള യാത്ര കഴിഞ്ഞിട്ട് ഇത് പാലക്കാട് ഗോപാലപുരം പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കുക, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാണ് കേട്ടോ. പോയ പട്ടിയെ ആ പട്ടി പോണില്ലല്ലോ. അതിന്റെ വീഡിയോ എടുത്തോ? എടുത്തു. നല്ല മധുരല്ലേ? നിങ്ങളൊരു ഹായ് പറയും. കൊച്ചൂര് ഫാൻസാണ്. രണ്ടുക്കും മധുരം പോടെ വേണ്ട. പട്ടിനെ അയാണ്ട് ഒഴിച്ചു കൊണ്ടേക്കാണ് ആരെങ്കിലും. കുറച്ച് മതി. പട്ടി അവിടെ കൊറേ പട്ടികൾ, 3-4 പട്ടികൾ അങ്ങോട്ട് പോകട്ടെ. പൊന്നാറ് പട്ടിയെ പോ റിച്ചോ എടിഞ്ഞ കൊണ്ടോടി. ആ കുഴപ്പമില്ല. എന്താ കെൻസാത് ചായ കുട്ടിന്റെ. അപ്പൊ നമ്മൾ എവിടെ എത്തിന്ന് പറയുക? ഗോപാലപുരം, പാലക്കാട് മെയിൻ റോഡ് ഗോപാലപുരം. ആയിക്കോട്ടെ. ഇത് പാലക്കാട് കഴിഞ്ഞു. ഇതാ നമ്മള് അൽഫാമ തിന്ന് ഇതൊരു പട്ടിയാണ്. ഇതൊരു ഏട്ടൊരു പട്ടി. ഇത് വേറൊരു പട്ടി. പട്ടിക്കെല്ലാം ഇഷ്ടം. എല്ലാം ഇഷ്ടം ഉണ്ടാവും മാത്രം. അയ്യോ പോയി പട്ടി. ഗോപാലപുരം. പട്ടി ഫ്രം ഗോപാലപുരം. ഇതല്ല വണ്ടിന്റെ മുന്നിക്ക് പറഞ്ഞോ. പറക്ക എങ്ങോട്ടാ പോണത്? വേഗം പറക്കി വണ്ടി. ആ സ്ലോമോ പറക്ക. ഒന്ന് പറക്ക കാണട്ടെ എന്റെ പറക്കൽ ഇത്ര രസം ഉണ്ടോന്ന്. പട്ടി വരുമ്പോഴത്തേനും പറക്കുവോ? ഇതാ പട്ടി വെച്ചു. 2 പട്ടികൾ. രസം ഉണ്ടാവും. കണ്ണൊക്കെ ഉറക്കം വരുന്നില്ലല്ലേ? കാണുമ്പോ പട്ടി ഓടുക. ശരിക്കും രാത്രി ഇതിട്ട് കണ്ട് ഇങ്ങനെ നടക്കുമ്പോ പ്രേതം എന്നെ പോലുണ്ട്. എങ്ങട്ടാടി? എങ്ങട്ടാ? പട്ടി നെയ്യവാ. പട്ടി. ഇത് കൊറേ നേരല്ലേ കെൻസാ തുടങ്ങിട്ട്. ഞാൻ തട്ടട്ടെ? നിന്നി തട്ടട്ടെ? മുട്ടും മുട്ടട്ടെ. നമ്മളെ എങ്ങോട്ട് പോകുന്നത് പറയൂ നീ. തൊട്ടോട്ടെ? തൊടേണ്ട. കേട്ടു.
കൊടൈക്കനാൽ. കേൾക്കാൻ പാടില്ല. ഇതെന്താ വണ്ടിയോ? ഇത് ഞങ്ങളുടെ ഇമ്മു താത്തോ. ഇമ്മു ആരാണേ? ഹലോ. പോവാ കേറാ. ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയാണ്. ചായ ഒക്കെ കുടിച്ചു. ഞങ്ങൾ നേരെ പോവാണ്. ഇനി അവിടെ എത്തിയിട്ടാണ് കൊടൈക്കനാലിൽ എത്തിക്കണം. ഓക്കെ. ഞങ്ങളിതാ കുറേ പോയി ലാസ്റ്റ് കൊടൈക്കനാൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് അവിടെ ബസ് നിർത്തി എല്ലാവരും ഉറക്കപ്പിച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ കുറച്ച് നേരം പുറത്തിറങ്ങാൻ കുറേ നേരമായിട്ട് ബസ്സിൽ ഇരുന്നതല്ലേ. അപ്പോൾ ഇനി ഈ സ്പോട്ടിൽ നിന്ന് പോവാം. നമുക്ക് കുറച്ചും കൂടെ പോവാനുണ്ട്. എന്നിട്ട് ശരിക്കൊന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എന്നിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പിന്നെയാണ് നമ്മൾ സ്പോട്ടിലേക്ക് പോയി തുടങ്ങാം. നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറങ്ങാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ ഉറങ്ങുകയും ചെയ്യാം. ഓക്കെ, ബൈ. ചേമ്പ് കഴിഞ്ഞിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നല്ല തണുപ്പ്, പക്ഷെ രസമുള്ള തണുപ്പ്, ഒരു വെറുപ്പിക്കണ തണുപ്പല്ലോ അല്ലേ. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് ഏകദേശം 7 മണി ടൈമിൽ ആണ് എത്തിയിട്ടുള്ളത്. ഫ്രഷപ്പിനായുള്ള ലൊക്കേഷനിലാണ് കേട്ടോ, കോട്ടയത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് 1 അവർ ടൈം, 1 മണിക്കൂർ ടൈമായിരുന്നു നമുക്ക് ഫ്രഷപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ടൈം കഴിഞ്ഞ് നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒരുങ്ങാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ അതൊക്കെ തീർത്തിട്ട് പിന്നെയാണ് നമ്മൾ ഇവിടുന്ന് നേരെയാണ് ബാക്കിയുള്ള പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫ്രഷായി ഒരുങ്ങി റെഡി ആയിട്ട് നിൽക്കുകയാണ്. വിശപ്പിൻ്റെ വിളി വന്ന് തുടങ്ങിയിട്ട് നല്ല വിശപ്പുണ്ടെങ്കിൽ രാത്രി 7 മണി ഏറെ സമയത്ത് വീട്ടിൽ നിന്ന് കഴിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിനൊക്കെ ഇതാ നല്ല ചൂട് ചായ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഷോപ്പാണെങ്കിൽ നല്ല തിരക്കുള്ള ഷോപ്പ് കേട്ടോ. പക്ഷെ ഫുഡ് കഴിച്ചപ്പോൾ മനസ്സിലായി നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡിൻ്റെ തിരക്കാണെന്നുള്ളത്. കാണില്ല കേട്ടോ പോകാം. പിന്നെ കടി കിട്ടു. ഞാനും ചായ കുടിക്കുന്നുണ്ടോ? ചായ കഴിഞ്ഞു. അല്ലോ പഞ്ചസാര അടിയിലുണ്ട്. നല്ല ഒരു ചായയും കൂടെ. ചായ നല്ല രസം. നീ ചായ കുടിക്കാത്ര അടിച്ചിനെ മൂട് കുത്തി കൂടി നിൽക്കണം. കഴിഞ്ഞ ക്ലാസ്സാണ്. കണ്ണട വെച്ച കെൻസ കണ്ണട വെച്ച കെൻസ കപ്പിൽ പഞ്ചസാര എല്ലാവരുടെയും ഉണ്ട്. അനക്കിട്ട് എനിക്ക് കുറച്ച് ഷുഗർ കൂടുതലായോണ്ട് ആവശ്യം വന്നിട്ടില്ല. ചേച്ചിക്ക് മനസ്സിലായി. ഒരു പഞ്ചാര കുറച്ച് റിച്ചത് വിറ്റമിൻ ഡി അല്ലേ കേട്ടോ. നല്ല വെയിലാണ്. ഇവിടെ ഉള്ള സ്കിന്നിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല വെയിലാണ്. ഈ വെയിലൊക്കെ അടിച്ച നല്ല രസം ഉണ്ടാവും. പട്ടിപ്പാലാണ് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ
സമയം 9:30 9 മണി 9:10 ഞങ്ങൾക്ക് വിശക്കുന്നു. നമുക്ക് സമയം പോണ അറിയായിട്ടാണ് വിശക്കുന്നു. ചേച്ചി ദോശ നീച്ചിരിക്കേ 9 മണിയായി 9:10 ആണോ 10 മണി ഫുഡ് കിട്ടിയ ഒരു ചായ കുടിച്ചോണ്ട് ഒരു സമാധാനം. എന്ത് സംഭവം വെച്ചാലേ നോക്കിക്കട്ടോ ഇനി ഞാൻ കറത്തിരിക്കുന്നു നോക്കിക്കട്ടോ ട്രൈപോഡൊക്കെ വാങ്ങിക്കോളൂ. പക്ഷെ എന്റെ കൈയാണ് ഇപ്പൊ ട്രൈപോഡ് നല്ല കറക്റ്റ്. അപ്പൊ ഞങ്ങൾക്ക് നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നെയ് റോസ്റ്റ് വരും കേസ് വന്നിട്ട് നമുക്ക് വയറിനിറക്കും. ഓക്കേ കടയിലാണ് നമ്മൾ കഴിക്കുന്നത്. ആ ചേച്ചിയാണ് നമുക്ക് ചായ തന്നത്, നല്ല സൂപ്പർ ചായ. ആ ചേച്ചിയാണ് നമുക്ക് ചായ തന്നത്, സൂപ്പർ ചായ. ഇതിനൊക്കെ ഇതിന്റെ പാപ്പു ഇത്ര വേണം മറ്റേ ന്യൂസ് അല്ലല്ല ഇത് നമ്മളെ മീഷോ. ഇതിന്റെ വാപ്പ് കൊടുത്ത ടീഷർട്ട്, ഇതിന്റെ വാപ്പ് കൊടുത്ത ഒക്കെ വാപ്പുവിന്റെ ഒരു സ്നേഹം അല്ലേ? വാപ്പു തന്നിട്ടോ വെക്കൂലട്ടോ വെക്കൂലട്ടോ. ഇക്ക് പൂരി ഇല്ലല്ലോ, ഇവിടെ പൂരി ഇല്ലല്ലോ, നെയ്റോസ്റ്റാണല്ലോ. വരട്ടെ ഇക്കോണ്ടോ ഇതിന് തന്നെ തിരിച്ചില്ല, എന്നാ തിരിച്ചില്ല മറക്കേണ്ടിട്ടാ. ഞാൻ മറക്കത് ഞാൻ ഒരു വട തന്നാല് പൊറുമയെ സാപ്പിട്ട് കൂടെ ആ പിന്നെ ഇങ്ങനെ കുത്തി കുത്തി നിങ്ങളൊക്കെ നീച്ചട്ടെ എന്നാലും വടമാക്കിണ്ടാവുള്ളൂ. ഓല് എപ്പ ഇരുന്നതാണ്. ചേച്ചി ഒരു പാട്ടൊക്കെ ഇട്ടാ ഇപ്പൊ വരും നെയ് റോസ്റ്റ് 5 നെയ് റോസ്റ്റ്. ഞങ്ങൾക്ക് വൈൻ്റെ ഇല്ല. എനിക്ക് നെയ് റോസ്റ്റ് ആണ്. ചേച്ചി സാമ്പാർ തണുത്തു ഈ ഇല ഇങ്ങനത്തെ നിർത്തുക. എനിക്ക് വലിയ ഇല അല്ല ഇജ് തിരിച്ചിടണം. എനിക്ക് മാത്രം ഇങ്ങനെയാണ് കൊടുക്കണ പോലും തന്നെ. ഇത് ചെറിയ പാകനെന്താണ് സിനിമ എന്താണ് ചെറിയതാണ്. ഇത് ചെറിയതാണ്. അതന്നെ അവിടെ ചെറിയ ഇല എനിക്ക് എന്റെ കുട്ടിക്കും എനിക്കും വലിയ ഇല കേട്ടോ. ദേവിമീ ചെയ്യാനെ എങ്ങനെ അതൊക്കെ കൊടുത്തിരുന്ന ഇങ്ങോട്ട് നോക്ക് ഇപ്പൊ തന്നെ മറിച്ചിട്ടൊക്കെ തിന്നാ നീച്ചയാ നീച്ചേ തിന്നണ്ട നീച്ചേ ഉള്ള കച്ചറ ഈ കച്ചറ വെള്ളം പഠിച്ചിട്ട് ഇങ്ങനെ മോത്തി കാക്കാനറിയാലോ ഞാൻ അങ്ങനെ നിങ്ങൾ തട്ടി അടിട്ടു നല്ലപോലെ തട്ടിട്ടു. മേത്തി ഇങ്ങനെ കുളിപ്പിച്ചട്ടാ ഇങ്ങനെ തുടച്ച്
എല്ലാരും ഇങ്ങനെ കാട്ടിക്കോ. കൊച്ചു ടേബിൾ വരെ തുറക്കുന്നുണ്ട്. ഇനിയാണ് ഞാൻ തൊട്ടിക്കുന്നത്. രസമുണ്ടോ? രസമുണ്ടോ? നെയ്യുണ്ടോ? ചട്നിയോ? ചേച്ചി കുട്ടിക്കറിയാണ്. കുട്ടിക്കാ ഫസ്റ്റ് കറി. കുട്ടിയുടെ കുട്ടിക്ക് ഫസ്റ്റ് തരൂ. എന്റെ കുട്ടിക്ക് ചട്നി അവിടെ ചട്നി വേണോ? കുറച്ച് ഒരു ചേച്ചി ഒരു നെയ്റോസ്റ്റും കൂടെ. ഞാൻ ചിലപ്പോൾ തിരിയില്ലെങ്കിൽ എന്നിട്ട് പറയാം. ചട്നി അടിപൊളിയാണോ? പക്ഷെ ഭയങ്കര ഉപ്പ് ഭയങ്കര ഉപ്പുണ്ടോ? വൈറ്റ് ചട്നി അതാണ് കാര ചട്നി. സീനിയോ ഒരു കോഫി ഒരു ടീ സാമ്പാർ. ദോശ ഒന്നും മതി. സീനിയോ മറ്റേ കുട്ടിന്റെ മാതിരി തിന്നുമ്പോ ഇങ്ങനെ സാമ്പാർ അടിപൊളി. ഇടുക്കി തിമർക്ക് മടക്കി ശുഭ. രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ കുറേ വീഡിയോസ് മിസ്സായിട്ടുണ്ടെന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ബസ്സൊക്കെ മാറി കയറിയിട്ടുണ്ടായിരുന്നു. കൊടയിൽ പല റൂട്ടിൽക്കും നമ്മുടെ ബസ് പോവില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു ബസ് എടുത്തിട്ട് 2 വണ്ടിയിലായിട്ടാണ്, ചെറിയ ട്രാവലറാണ് എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ലൊക്കേഷൻ സൂസൈഡ് പോയിൻ്റാണ് കൊടയിൽ കേട്ടോ. സംഭവം തീരുന്നില്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ ഇത്രയും കൊറേ കയറി വന്നല്ലേ. വേണ്ടടി അതിന്റെ ഒന്നുണ്ട് ഇപ്പൊ. ഞങ്ങള് സൂസൈഡ് പോയിന്റ് കാണിട്ടടോ. ഒന്ന് മാറിക്ക് പോയോ കുട്ടാ? ഒന്നുകൊണ്ട് കാണുന്നില്ലല്ലേ. തലക്കേറ്റ് ചാടുവോ? ഇത് സംഭവേ ഒന്നും കാണുന്നില്ല. ഫുള്ള് കോടയാണ്. അങ്ങോട്ട് ഭയങ്കര ഹൈറ്റ് ആണല്ലേ. പൊടിക്ക് പറഞ്ഞനുസരിച്ചില്ല. അങ്ങോട്ട് നോക്കും ബിലീസ് അടിക്കോളാം അവിടെ കിടന്ന്. കണ്ടാ തന്നെ ഇപ്പൊ കാട്ടിലാ തന്നെ. ആ കൊരങ്ങും കട്ടിയ പോലെ തന്നെ പിടിച്ച് കാട്ടിൽ ഇങ്ങനെ കമ്പിയുമ്പോ ഇങ്ങനെ ജന്നെ പ്രോത്സാഹിപ്പിച്ചാ അഭിമാനിക്കും അച്ചമ്പി. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് സൂസൈഡ് പോയിന്റിലാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ മറ്റു ലൊക്കേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം, അടുത്ത പാർട്ടായിട്ട് കാണാം. ബൈ.